ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്ററിൻ്റെ മെറ്റീരിയൽസും XML ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ XML യൂസ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് XML എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു പോസ്റ്ററിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ്. സോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കി 9:6 റേഷ്യോയിലൊരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. സോ ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മാവേലിയുടെ ഒരു PNG ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് 3 ലൈൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫിൽ ഹൊറിസോണ്ടലി എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് സൂം ചെയ്യാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഈ ഒരു പോർഷനിലാക്കി വെക്കാം. സോ നെക്സ്റ്റ് ആയി നമുക്ക് മാവേലിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കുക. സോ അതിനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു കൂളിംഗ് ഗ്ലാസ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ഒരു PNG ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് സൂം കുറച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. സോ ഒരു സൂം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് മാവേലിയുടെ കയ്യിലായിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. സോ അതിനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാവേലിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. സോ ഇത്രയും സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കുക. സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്ന രീതിയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാവേലിയുടെ PNGയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ആക്കി കൊടുക്കുക. സോ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ആക്കിയിട്ട് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കുക. സോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ഒക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആഡ് ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കിയിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആക്കി കൊടുക്കുക. ഒരു 16 ആക്കി കൊടുക്കുക. സോ എന്നിട്ട് നമുക്ക് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പോർഷൻ ക്ലിക്ക് ചെയ്യാം. സോ ടെക്സ്റ്റിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഗെറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ എന്നിട്ട് അതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം, ഒരു ബ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് സൂം ആക്കുന്നുണ്ട്. സൂം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗാലറി ചെന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു പോസ്റ്റർ ഇവിടെ ഓപ്പൺ ആക്കി വയ്ക്കാം. സോ എന്നിട്ട് ഇതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഗെറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തത് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു ഫോണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റിന് നമുക്ക് ഇതിൻ്റെ കളറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ അതിനായി ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഗ്രേഡിയൻറ്റിൽ പോയിട്ട് ഗ്രേഡിയൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. സോ ഒരു കളറിൻ്റെ ബ്ലാക്ക് ഉള്ളോട് ക്ലിക്ക് ചെയ്ത് ഒരു ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ട് സോ ഇവിടെ നമുക്കൊരു ബ്ലൂവും കൂടെ കൊടുക്കാം. റൈറ്റ് സൈഡ് ലൈറ്റ് ഡാർക്ക് ബ്ലൂ, സൈഡ് ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ കൂടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഷാഡോ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സോ അതിനായിട്ട് ഷാഡോ സെക്ഷനിൽ പോയിട്ട് ഷാഡോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ നമുക്ക് റെഡി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ റെഡി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി അടിയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് അടിയിലുള്ള ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ റെഡി 4 എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്യാം. 4 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും നമുക്കതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഈ ഒരു 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. സോ ഒരു 4 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്യാം. അടിയിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിൽ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് ആക്കി കൊടുക്കാം.
അതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് വൈറ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കുറച്ച് കൊടുക്കാം, ഭയങ്കരമായിട്ട് സൂം ഔട്ട് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെറ്റ് എന്ന് പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് എഡിറ്റിൽ നമുക്ക് ഓഗസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓഗസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. കളർ വൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് അതും നമുക്ക് സൂം ഔട്ട് ആക്കി കൊടുക്കാം. സൂം ഔട്ട് ആക്കിയിട്ട് നിങ്ങളൊരു ഈ ഒരു രീതിയിൽ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഗെറ്റിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുവയ്ക്കുക. നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് അടിയിൽ നമുക്ക് 2023 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെറ്റ് എന്ന് പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് അടിയിലുള്ളതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. സോ ഈ ഒരു അടിയിലുള്ള കളർ ബ്ലാക്ക് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ടെക്സ്റ്റിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് റെഡി ഫോർ എന്നുള്ള ഈ ഒരു 3 ടെക്സ്റ്റിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു 16 ആക്കി കൊടുക്കാം, 61 ആക്കി കൊടുക്കാം. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് എഴുതാം. ഞാനിവിടെ +2 കൊമേഴ്സ് എന്ന് പറഞ്ഞാണ് കൊടുക്കണേ. സോ ഇവിടെ +2 കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വീണ്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അടിയിലായിട്ട് പ്രസൻസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് അടിയിലുള്ള ഈ ഒരു എഫക്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിങ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഒരു ടെക്സ്റ്റ് കൂടെ ആഡാക്കുക. ജി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആഡാക്കിയിട്ട് വൈറ്റ് കളറാക്കി കൊടുക്കുക. സോ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫോണ്ടൊന്ന് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഭയങ്കരമായിട്ട് സൂം ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായിട്ട് സൂം ചെയ്തിട്ട് നമ്മുടെ ഇവിടെ റൈറ്റ് കോർണറില്ല, സോ റൈറ്റ് സൈഡിലായിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കളർ റിമൂവ് ആക്കി കൊടുക്കാം ഫസ്റ്റ് തന്നെ. എന്നിട്ട് നമുക്ക് ബോർഡറിൻ്റെ ഓപ്ഷനിൽ ചെന്നിട്ട് ഒരു വൈറ്റ് ലൈൻ ബോർഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാം. സോ ഈ ഒരു ഭാഗത്തേക്ക് സെറ്റാക്കി വെക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് 6 കൊടുക്കാം, 6 കൊടുക്കാം. സോ അതും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് F കൂടെ കൊടുക്കാം. സോ അപ്പോൾ ഇത്ര ഭാഗം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയിട്ട് നോയ്സ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നോയ്സ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അത് നിങ്ങൾക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ അലോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ നോയ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമ്മുടെ പോസ്റ്റർ മേക്കിംഗ് വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്ര ഈസിയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.